നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ്റെ മുട്ട വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. ഞങ്ങളുടെ നാട്ടിൽ മീൻ്റെ മുട്ടയ്ക്ക് പനഞ്ഞിൽ എന്നാണ് പറയുന്നത്. വേറെ പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആറ്റുമീൻ്റെ പനഞ്ഞിലാണ്. ഇത്രയുമുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം. ഇതിലേക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞായി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്. ഇതിലേക്ക് ഞാൻ 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ വെച്ചു നന്നായി ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ചു. മുഴുവൻ ഒഴിച്ചിട്ടില്ല, പകുതി ഒഴിച്ചു. പകുതി അടുത്തതായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ടൊന്ന് തിരിച്ചിടാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഞാൻ തിരിച്ചിട്ടു. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞപ്പം എടുത്തിട്ടുണ്ട്. നല്ല സ്വാദേറിയ പനിഞ്ഞിൽ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പനിഞ്ഞിൽ കിട്ടുന്ന അവസരത്തിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. കാണും വരേക്കും ബൈ. താങ്ക് യു.